ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതിന് മുമ്പുള്ള ഷാഹി കബീറിൻ്റെ മൂവീസിലുള്ള പോലെ തന്നെ this is also another magnificent writing. Movie has delivered what it has promised on the trailers, right? ഒന്നത്. രണ്ടാമത്തേത്, let's get to the crew and cast of this. First of all, huge appreciation to Jittu Ashraf. The director has vision. ഒരു വിഷൻ ഉള്ള ഡയറക്ടറാണ്. ഒരു ഷോട്ടോ ഒരു സിംഗിൾ പീസ് ദാറ്റ് ഹാസ് പുട്ട് മീ ഇൻ ടു ലാഗ് എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. എല്ലാ രീതിയിലും ഇതിലെ മ്യൂസിക് അടിപൊളിയായിരുന്നു. ഷോട്ട്സ്, സിനിമാറ്റോഗ്രാഫി, നൈറ്റ് ഷോട്ട്സ് ഒക്കെ മൈൻഡ് ബ്ലോയിങ് നൈറ്റ് ഷോട്ട്സ് ആയിരുന്നു. സ്പെഷ്യൽ അപ്രിസിയേഷൻ ടു എഡിറ്റിംഗ് ടീം. The movie has evolved on the editor's table. Editor was Chaman Chako. ഒരു രക്ഷയില്ലാത്ത എഡിറ്റിംഗ്. ഒരു ഷോട്ട് പോലും വേണ്ടാതെ സ്ക്രീനിൽ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ത്രൂ ദി എൻറ്റയർ സ്ക്രീനിങ് ഓഫ് ഇറ്റ്. We also look at cinematography. Again, cinematography was Robi Verghese Raj. Craftsman ആണ്. ഐ മീൻ അറിയാം പുള്ളിക്ക് എന്തുവാ ചെയ്യണ്ടേ, എങ്ങനെയാണ് ചെയ്യണ്ടേ എന്നുള്ള എല്ലാ പരിപാടിയും പുള്ളിക്കറിയാം. കിഡിലിനായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്ടിങ്ങിലോട്ട് വരണം. അതിലോട്ട് വരുന്നതിന് മുന്നേ തന്നെ മ്യൂസിക് ഓൾസോ. അഗൈൻ ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക്. നമുക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മ്യൂസിക് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിംഗിൾ ഷോട്ട് പോലും ഫുൾ മൂവിയിലില്ല. ഓരോ ഷോട്ട് കാണുമ്പോഴും ആ ഷോട്ടിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പക്ക പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന മ്യൂസിക്കാണ്. നമുക്കൊരു സിംഗിൾ ഷോട്ടിൽ പോലും മ്യൂസിക് എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ അണ്ടർവെൽമിംഗ് ആയിട്ട് നിൽക്കുന്നു എന്ന് ഒരു സ്ഥലത്ത് പോലും തോന്നത്തില്ല. ലൈക്ക് ഇറ്റ്സ് ദെയർ ഓൺ സ്പോട്ട് all of the music. സോങ്സിൻ്റെ കാര്യത്തിൽ ഒന്ന് രണ്ട് സോങ്സ് മേ ബി നമ്മളിപ്പം കുറേ കൂടി കൊമേർഷ്യൽ അല്ലാത്ത സിനിമകളെ വെൽക്കം ചെയ്യുന്ന ഒരു ഓഡിയൻസിലേക്ക് വന്നു തുടങ്ങിയതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത്. ഐ ഫെൽറ്റ് ലൈക്ക് സോങ്സ് ഈ ഒരു മൂവിക്ക് എത്രത്തോളം റെലവൻ്റ് ആയിരുന്നു എനിക്കറിയില്ല. മേ ബി ആ ഒരു ജോസഫിൻ്റെ അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഷാഹി കബീറിൻ്റെ ഉണ്ടായിരുന്ന മൂവീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നായാട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോസഫ് ആയിക്കോട്ടെ, ജോസഫിനകത്തൊക്കെ കുറച്ചും കൂടി സ്റ്റോറി റിലവൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് ഓഫ് മ്യൂസിക് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിനകത്ത് അത്രത്തോളം എനിക്ക് സ്റ്റോറി റിലവൻ്റ് ആയിട്ടുള്ള ഒരു സോങ് പ്ലേസ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്കാമായിരുന്നു എന്ന് തോന്നി കുറച്ചും കൂടി. അല്ലെങ്കിൽ കുറച്ചും കൂടി ആ റൈറ്റിങ്ങിൽ ആ സാധനങ്ങൾ കുറച്ചുകൂടി കൊണ്ടുവരായിരുന്നു എന്ന് തോന്നി. അതല്ലാതെ ഇറ്റ് വാസ് ഗ്രേറ്റ്ലി ഡൺ ഫ്രം മ്യൂസിക് ഓൾസോ. ഇതിനകത്ത് ആർട്ടൊക്കെ ഒരു രക്ഷയില്ല. പല ഷോട്ടുകളിലൊക്കെ നമുക്ക് ഈ നോൺ ലീനിയർ ആയിട്ടാണ് ഇതിൻ്റെ കഥകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് ആ സ്വിച്ചും കാര്യങ്ങളൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് സ്ക്രീനിൽ അത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഹ്യൂജ് അപ്ലോസ് ടു ദി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, നൗ ഓൾ ദാറ്റ് അസൈഡ്, കമ്മിങ് ടു ദ പെർഫോമൻസ്. ആദ്യം നമുക്ക് കുറച്ചൊന്ന് നോൺ ലീനിയറായിട്ട് തന്നെ പിടിക്കാം. ആദ്യം വില്ലൻ ആൻഡ് ക്രൂയിലേക്ക് നമുക്ക് പോകാം. സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം റെലവൻ്റ് ആയിട്ട് അവർ ആ വില്ലൻ ഓപ്പോസിറ്റ് റോൾസിനെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അതിൽ വന്നിരിക്കുന്ന ആൾക്കാർ, ഇപ്പം അവരുടെ റെലവൻസ് ഓഫ് സ്ക്രീൻ ടൈം ആണെങ്കിലും ഒക്കെ ഭയങ്കര രസകരമായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ ഷോട്ട് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരു പല രീതിയിലും ഇതൊരു ഹോളിവുഡ് എക്സ്പീരിയൻസ്. ഞാൻ കമ്പാരിസൺ അല്ല, പക്ഷെ എന്നാലും ബ്യൂട്ടിഫുള്ളി ബ്ലെൻഡ്. ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് ആയിക്കോട്ടെ, അവരുടെ ഒരു പൊസിഷനിങ് ആയിക്കോട്ടെ, അവരുടെ ഒരു സ്ക്രീൻ ടൈം ആയിക്കോട്ടെ, ത്രൂ ആൻഡ് ത്രൂ ലൈക്ക് റൈറ്റ്ലി ഡൺ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എടുത്ത് പറയേണ്ടത് വൈശാഖ്. ഓക്കെ, സോ നമുക്ക് ശരിക്കും ഇടിക്കാൻ തോന്നും. ലൈക്ക് പ്രസൻസ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്ക് ശരിക്കും തോന്നുമ്പോൾ ഇടിയോടെ കൊല്ല പോലെ ആ ഒരു ഫീല് ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് തരാനായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ വൈശാഖിൻ്റെ ടീമിലുള്ള ബാക്കിയുള്ള ക്രൂവിലുള്ള ആൾക്കാർക്കും ബ്യൂട്ടിഫുള്ളായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ്സ് എ വെരി വെരി വിൻ വിൻ കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ ടു ഗിവ് മീ ആ ഒരു
ഇമോഷൻ. സോ ഇമോഷണലി വെൽ ബാലൻസ്ഡ് ആണ്. സംതിങ് ദാറ്റ് ഐ മിസ്ഡ് ഔട്ട് ആക്ച്വലി ടു സേ. ഇമോഷണലി വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അതായത് ഇതിന് ഒരു ഡ്രാമയുടെ ഒരു സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക്, ഇതിന് ഇൻവെസ്റ്റിഗേഷൻ്റെ സ്വഭാവമുണ്ട്. ചില ആംഗിളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ഇതിനകത്ത് ഓഫീസർ ഓൺ ഡ്യൂട്ടി, എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും ഇപ്പം ജഗദീഷേട്ടനാണെങ്കിലും അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബനാണെങ്കിലും പല ഇൻ്റർവ്യൂസിലും പറഞ്ഞു ഇതൊരു ഓഫീസർ ഓൺ ഡ്യൂട്ടി ആസ് ഇൻ റിഗാർഡ്ലെസ് ഇഫ് എസ് ലൈക്ക് യൂണിഫോമിലാണെങ്കിലും അല്ലെങ്കിലും ഒരു ഓഫീസർ എപ്പോഴും ഡ്യൂട്ടിയിലാണ്. ഐ മീൻ ആസ് എ ഗാർഡിയൻ ഫുൾ ടൈം ഡ്യൂട്ടിയിലാണ്. അപ്പം ആ രണ്ട് പേസും ഒരു ഫാമിലി മാനായിട്ടുള്ള ഡ്യൂട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുള്ളിയുടെ പല കെയോസുകൾ നാവിഗേറ്റ് ചെയ്യുന്ന ഒരു ഹംബിൾ ഹ്യൂമൻ ബീയിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭയങ്കര അറഗൻ്റ് ആൻഡ് റൂഡായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ വളരെ വളരെ ബ്യൂട്ടിഫുള്ളി ക്യാരക്ടേഴ്സ് ആർ വെരി വെൽ റിട്ടൺ. സോ അതുകൊണ്ട് തന്നെ ഓരോ ക്യാരക്ടറിനും ഡെപ്ത് ഉണ്ട്, ഓരോ ക്യാരക്ടറിനും അതിൻ്റേതായിട്ട് ബ്രെഡ്ത്ത് ഉണ്ട്. ഇതിന് ഒരു ക്യാരക്ടർ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു മിസ്പ്ലേസ്ഡ് ക്യാരക്ടർ ആണല്ലോ, അല്ലെങ്കിൽ ഇതൊരു മിസ്കാസ്റ്റ് ആണല്ലോ എന്ന് ത്രൂ ആൻഡ് ത്രൂ എങ്ങും തോന്നിയിട്ടില്ല. എല്ലാ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ള സ്ക്രീൻ റെലവൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ കാസ്റ്റിലുള്ളവരല്ലാതെ വേറൊരാളെ നമുക്കിനി ചിലപ്പം ഇതിനേക്കാൾ ബെറ്ററായിട്ട് ഇന്ന ആൾ ചെയ്തിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടേനെ എന്ന് ഒരിക്കലും തോന്നത്തില്ലാത്ത രീതിയിലുള്ള കാസ്റ്റിംഗ് ആണ്. സോ ദാറ്റ് ഈസ് ഫാന്റാസ്റ്റിക് ഓൺ ദ കാസ്റ്റിംഗ് ഡയറക്ടർ സൈഡ്. കമ്മിങ് ബാക്ക് ടു കുഞ്ചാക്കോ ബോബൻ. നൗ നമ്മൾ ഇപ്പം കുഞ്ചാക്കോ ബോബൻ എനിക്ക് തോന്നുന്ന കുറേ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് പുള്ളി ഇപ്പോൾ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ, ഇഫ് യു സീ ദ കോൺട്രാസ്റ്റ് ഓഫ് ദ റോൾസ് ദാറ്റ് യു ഹവ് ചോസൺ from all the movies that he's been doing for past 4 to 5 years, അടിപൊളിയാണ്. ഇപ്പം നായാട്ടിന്ന് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ, ലെറ്റ്സ് ലുക്ക് അറ്റ് ബോത്ത് ദി പോലീസ് ഓർ ഓഫീസർ റോൾസ് ദാറ്റ് ഈസ് ഡൺ. ഇപ്പം നായാട്ട് പോലൊരു കോൺട്രാസ്റ്റ് അല്ല ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കകത്ത് കുഞ്ചാക്കോ ബോബൻ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു പോലീസ് എന്നുള്ള രീതിയിൽ മാത്രമല്ലാതെ ബിയോണ്ട് ദാറ്റ് ആ ഒരു ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു റെലവൻസിലാണെങ്കിലോ ഹീ ഹാസ് പ്രൂവ്ഡ് ടൈം ആൻഡ് അഗെയിൻ ദാറ്റ് ഹീ ഈസ് എ ടൈംലെസ് ആക്ടർ. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള ദി മെഗാ സ്റ്റാർസിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ദാറ്റ് സ്റ്റെപ്പ് സ്റ്റോൺ ഇസ് കൈൻഡ് ഓഫ് ഗെറ്റിംഗ് ഫോംഡ്. കുഞ്ചാക്കോ ബോബൻ ആ ഒരു ലെവലിലേക്ക് പതുക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു തോട്ട്, ഐ ഗെസ്. എനിവേസ്, സോ ഫ്രം എ ഓവറോൾ പെർസ്പെക്റ്റീവ് മൂവി കാണണോ? എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച്. കാരണം OTT വന്ന് കാണാം എന്ന് വിചാരിക്കുന്നവർ they will definitely miss out on a lot of great elements that ഇതെല്ലാം കൂടെ സ്ക്രീനിലേക്ക്, അതായത് ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പം നമ്മൾ അവിടെ ഇരുന്ന ആ പെർഫോമൻസ് കാണുമ്പം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പെർഫോമൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് ബ്ലെൻഡ് ആയിക്കോട്ടെ, ടൈമിംഗ് ആയിക്കോട്ടെ, എല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് ആ ലാർജ് സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് OTT എത്രത്തോളം കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. OTT എൻജോയ് ചെയ്യുന്നവരുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ this for me this was definitely a theatre watch. So കണ്ടവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഇല്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണുക, എന്നിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക.